ഭൂമിയിലെ നേട്ടങ്ങളെക്കാൾ നിത്യതയാണ് വലുതെന്ന് ബോധ്യമുള്ള പ്രിയപ്പെട്ടവർ ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. നമ്മുടെ ഉള്ളിലേക്ക് ഇതൊന്ന് കയറി പറ്റണമെങ്കിൽ അല്പമല്ലാത്ത സ്വാധീനം ഇത് നമ്മളെ ചെലുത്തിയെങ്കിലേ പറ്റുകയുള്ളൂ. പലരും ഇത് കേൾക്കുന്നുണ്ടെങ്കിലും അവരുടെ വ്യക്തി ജീവിതത്തെ പണിയുവാൻ തക്കവണ്ണം അനുവദിക്കപ്പെടുന്നില്ല. നമുക്കറിയാം, ലോകത്തിലെ കോടീശ്വരന്മാരിൽ ഒരാളാണ് സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകനായിരിക്കുന്ന ബിൽ ഗേറ്റ്സ്. അദ്ദേഹത്തിന്റെ ഭവനത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ കേട്ടാൽ ആ കോടീശ്വരന്റെ വീട് എത്തി നോക്കാനുള്ള സാമ്പത്തികത നമ്മളിൽ പലർക്കുമില്ല. 112 സ്റ്റെപ്പുകളാണ് വീട്ടിലേക്ക് തന്നെ പ്രധാന കവാടത്തിലെത്തുവാനുള്ളത്. അത് ലിഫ്റ്റിൽ കയറി പോകുകയാണ് പതിവ്. അഥവാ നേരിട്ട് കയറി പോകണമെങ്കിൽ 112 സ്റ്റെപ്പുകൾ നടന്നു കയറണം. 70 അടി പൊക്കമുള്ള തൂണുകളിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബിൽഡിംഗ് മുഴുവൻ AC ആണ്. തന്റെ മാത്രം കാറുകൾ പാർക്ക് ചെയ്യുവാൻ 4 ഗാരേജുകളാണ് അടിയിലുള്ളത്. തന്റെ വീട്ടിലെ ജോലിക്കാരുടെ കാറുകൾ പാർക്ക് ചെയ്യുവാൻ തക്കവണ്ണം 3 ഗാരേജുകൾ വേറെയുണ്ട്. ഒരേ സമയം ആ വീട്ടിൽ 300ഓളം ജോലിക്കാരാണ് തൊഴിലിൽ നിൽക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ ആഡംബരത്തിന്റെ പ്രതീകം എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അദ്ദേഹത്തിന്റെയും ഒക്കെ മുറി തങ്കക്കുട കെട്ടിടം പോലെ തിളങ്ങുന്നതാണ്. സൗന്ദര്യത്തിന്റെ പ്രതീകമായ ആ ബിൽഡിങ്ങിൽ അദ്ദേഹം എത്ര നാൾ കഴിയും? ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ, ഈ ഭൂമിയിലെ അത്യാഡംബരമായ ബിൽ ഗേറ്റ്സിന്റെ വീടുകൾ പോലെയുള്ള വീട് സ്വന്തമാക്കാൻ ഭാഗ്യം കിട്ടിയാലും ജനനത്തിന്റെ നാഴികയ്ക്കും മരണത്തിന്റെ വിനാഴികയ്ക്കും ഇടയിൽ അനുഭവിക്കാൻ അല്പസമയം മാത്രം. എന്നാൽ ഒരു ഭക്തന്റെ നിത്യതയുടെ ദർശനം എന്താണ്? അവൻ പാർക്കാൻ തുടങ്ങുന്ന നിത്യ വീടിന്റെ കോടിക്കണക്കിന് യുഗങ്ങൾ അവൻ പാർക്കാൻ തുടങ്ങുന്ന നിത്യ വീടിന്റെ ദർശനം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലുണ്ട്. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, പുത്തൻ യെരൂശലേം പുരം തത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം പട്ടണം, അതിന്റെ ഭംഗി വർണ്ണ്യമല്ലഹോ എന്ന് ഭക്തന്മാർ പാടുമ്പോൾ ഈ മണ്ണിലെ നേട്ടത്തെക്കാൾ നിത്യതയാണ് വലുത് എന്ന് ദർശനം പ്രാപിച്ച ദൈവമക്കൾ ഈ ലൈവിൽ പങ്കെടുത്തുകൊണ്ട് ഉറപ്പിച്ചു പറയണം, ഈ മണ്ണിനേക്കാൾ എനിക്ക് വലുത് നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ആയുസിന്റെ ഒരു ദിവസം പോലും കുറയരുത്. അത്രയും സമയം നിത്യതയിൽ ആത്മാക്കളെ നേടത്തക്ക വിധം ഈ ഭൂമിയിൽ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഈ ആമുഖത്തിൽ നമ്മെ ക്ഷണിക്കുന്നു, നിത്യതയ്ക്കായി ജീവിതത്തെ ഒരുക്കുക. ഇന്ന് രാത്രി ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കാലത്തിന്റെ അടയാളം അത്തിയുടെ തളുപ്പ് എന്ന അനുഗ്രഹീതമായ ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. കാലത്തിന്റെ അടയാളമാണ് അത്തിയുടെ തളുപ്പ്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്നും ഒരു വേദഭാഗം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വായിക്കുന്നു. മത്തായി 24-ന്റെ 32-ാമത് വാക്യം. വേദപുസ്തകം തുറന്ന് ഒരു പഠന മനോഭാവത്തോടുകൂടെ ആ പുസ്തകത്തിലേക്ക്, പ്രകൃത വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ കേന്ദ്രീകരിക്കുക. മത്തായി 24-ന്റെ 32. അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുവിൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. തികച്ചും ഏകാഗ്രതയോടുകൂടെ ഈ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓടിയെത്തട്ടെ. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബെഥാനിയിൽ നിന്നും ബത്ഭാഗയിലേക്കുള്ള യാത്രയിൽ അവൻ ദേവാലയത്തിലേക്ക് പോകുന്ന പ്രത്യേക സമയം. അവന്റെ യാത്രാമൃഗം ഒരു കഴുതയാണ്. കഴുത പ്രവാചക വാഹന മൃഗമാണ്. യാത്ര പരിവാര സമേതമാണ്. പരിവാരം രാജാക്കന്മാരുടെ പദവിയാണ്. ദേവാലയത്തിൽ എത്തിയപ്പോൾ അശുദ്ധി കണ്ടപ്പോൾ യേശു ചാട്ടവാറെടുത്ത് പ്രതികരിക്കുന്നു. ദേവാലയ ശുദ്ധീകരണത്തിന്റെ കർത്തവ്യം നിർവഹിക്കാൻ യേശു തയ്യാറാകുമ്പോൾ അത് ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ്. അങ്ങനെയാണെങ്കിൽ കാലത്തിന്റെ അതിപ്രധാന ഘട്ടത്തിൽ സ്വന്തമായവരിലേക്ക് അവൻ ചെല്ലുകയാണ്. അവന്റെ ഔദ്യോഗിക പദവികൾ നമുക്കൊക്കെ അറിയാം. അവന്റെ ജനനം നടക്കുന്ന സമയം വിദ്വാൻമാർ അവന് കാഴ്ചവെച്ച 3 വസ്തുക്കളെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
അത് യേശുവിന്റെ 3 ഔദ്യോഗിക സ്ഥാനങ്ങളെ വ്യക്തമാക്കുന്നതാണ്. ഇതാ ഈ യാത്രയിൽ യേശുവിന്റെ വാഹനമൃഗവും ഒപ്പമുള്ള പരിവാരവും ദേവാലയ വിശുദ്ധീകരണവും അവന്റെ 3 ഔദ്യോഗിക സ്ഥാനങ്ങളെ മറനീക്കി പ്രദർശിപ്പിക്കുകയാണ്. പക്ഷേ ദേവാലയത്തിൽ എത്തുന്ന അവനെ ദേവാലയത്തിന്റെ യഥാർത്ഥ അധികാരിയാണെന്ന് മനസ്സിലാക്കാതെ അന്നത്തെ അധികാരികൾ യേശുവിനെ പുറത്താക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദേവാലയത്തോട് വിട പറയുകയാണ്. യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. നിന്റെ ഭവനം ശൂന്യമായി പോകും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ ഇനി പറയുവോളം എന്നെ നിങ്ങൾ കാണുകയില്ല എന്ന ഹൃദയഭേദകമായ വിടവാങ്ങൽ വാക്കുകളോടുകൂടെ നമ്മുടെ കർത്താവ് യെരൂശലേം ദേവാലയത്തോട് വിട പറഞ്ഞ് താഴെക്കൂടെ ഒഴുകുന്ന ദേവാലയത്തിന്റെ യാഗ ഇച്ഛിഷ്ടങ്ങൾ കഴുകി ഒഴിക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഒലിപ്പ് തോടായി കിദ്രോൻ തോട് കുറുകെ മുറിച്ച് പടിഞ്ഞാറെ ചരിവിൽ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ കർത്താവിന്റെ പാദം ഇനിയും തൊടുമ്പോൾ കിഴക്ക് പടിഞ്ഞാറായി 2ആയി പൊട്ടിക്കീറുന്ന ഭാഗ്യകാലമൂർത്ത് നമ്മുടെ തലമുറയിൽ യാത്രക്കാർ ചെന്ന് നേരിട്ട് കാണുന്ന ഒലിവുമല എന്ന ആ മനോഹരമായ മലമുകളിലേക്ക് കർത്താവ് തന്നെ ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് നടന്നു കയറുന്നു. AD 70 ഏപ്രിൽ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് എന്നാണ് ചരിത്രകാരന്മാർ ആ സമയത്തെ വിശദമാക്കിയിരിക്കുന്നത്. അസ്തമന സൂര്യന്റെ ചെങ്കതിരികൾ യെരൂശലേം ദൈവാലയത്തിന്റെ കെട്ടിട സൗന്ദര്യത്തിൽ തട്ടി പ്രതിഫലിച്ച് ദൈവാലയം കാഴ്ചയ്ക്ക് മനോഹരമായി നിൽക്കുന്ന സമയം. പശ്ചാത്തലത്തിൽ ഒലിവുമലയുടെ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു നോക്ക്, എത്ര സുന്ദരമായിരിക്കുന്നു. കർത്താവ് എടുത്തമായി പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. വരാൻ തുടങ്ങുന്ന ദുരന്തങ്ങൾ കർത്താവ് അക്കമിട്ട് ഓർപ്പിച്ചു. എന്താണ് യുഗത്തിന്റെ അന്ത്യത്തിൽ സംഭവിക്കുവാൻ തുടങ്ങുന്നത്? മനുഷ്യജാതിയുടെ ചരിത്രം ഇതപര്യന്തം കണ്ടിട്ടില്ലാത്ത ഒരു കറുത്ത കാലത്തിന്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്ര മനുഷ്യവർഗത്തിന്റെ കൺമുൻപിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത രക്തച്ചൊരിച്ചിലുകൾ മനുഷ്യജാതിയെ മൂടും. മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്ത അത്യുഗ്രമായ കൊടിയ ഭൂകമ്പങ്ങളാൽ ഈ ഭൂമി ഞെട്ടിവിറയ്ക്കും. മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത മാരക വിപത്തുകൾ മഹാവ്യാധികളായി മഹാമാരികളായി ഈ മണ്ണിനെ മൂടും. അങ്ങനെ ദുരന്തങ്ങൾ പലതും ഈ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന യുഗത്തിന്റെ സന്ധ്യാകാലത്തെ, ചരിത്രത്തിന്റെ ദശാസന്ധിയെ, കാലത്തിന്റെ വഴിത്തിരിവിനെ കർത്താവ് വരച്ചു കാട്ടിക്കൊണ്ട് വസ്തുതകൾ വിശദീകരിക്കുകയാണ്. തന്റെ പുനരാഗമനം എന്ന മഹത്തായ സംഭവത്തെ കർത്താവ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വിശേഷ നിയോഗം പോലെ കർത്താവ് ഓർപ്പിച്ച തങ്കപ്രയോഗത്തിന്റെ ഒരു വേദഭാഗമാണ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പുകൾ ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. യേശുവിന്റെ പുനരാഗമനം അടുക്കൽ വാതുക്കലാകാറായോ? മടങ്ങി വരവ് അടുത്തു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ് അവതരിപ്പിക്കാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ വാക്കുകൾ ഓർപ്പിക്കുമ്പോൾ പലസ്തീൻ നാട്ടിലെ വൃക്ഷങ്ങളെ സംബന്ധിച്ച് സാമാന്യം നിങ്ങളൊന്ന് കേൾക്കണം. സാധാരണ എല്ലാ വൃക്ഷങ്ങളും നിത്യഹരിത വൃക്ഷങ്ങളാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ വൃക്ഷങ്ങളൊക്കെ എപ്പോഴും പച്ചപ്പ് നിറഞ്ഞതാണ്. എന്നാൽ അത്തിക്കൊരു വിശേഷതയുണ്ട്. കൊടും ശൈത്യം അടുത്ത് കഴിയുമ്പോൾ അത്തിവൃക്ഷം ഇല കൊഴിയാൻ തുടങ്ങും. ആ ഇല കൊഴിഞ്ഞ് ചൂല് പോലെ സകല ഇലകളും പൊഴിഞ്ഞ്, സത്യത്തിൽ ഇതിന് ജീവനില്ല, അധികം താമസിക്കാതെ ഇത് ഉണങ്ങി നിലത്ത് വീഴുമെന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ, ഇത് വേരറ്റുപോയോ എന്ന് അത്ഭുതപ്പെടത്തക്ക വിധത്തിൽ ഈ വൃക്ഷങ്ങൾ ഇല കൊഴിഞ്ഞ് ഹിമകാല വൃക്ഷങ്ങളായി നിൽക്കും. ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഋതുക്കൾ മാറി അടുത്ത ഋതു അഥവാ വേനൽ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുൻപ് ഈ ഇലകളിൽ പ്രത്യേകം ഒരു മാറ്റം, ഈ വൃക്ഷത്തിനൊരു മാറ്റം ഉണ്ടാകും. ഇതിനകത്ത് ചെറിയ ഇലകൾ തളിരിടാൻ തുടങ്ങും. ആ ഇലകൾ തളിർന്നാൻ ഉയർത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അതിവേഗം കാലാവസ്ഥ മാറിയിട്ട് വേനൽക്കാലം വരുവാൻ തുടങ്ങുകയാണ്. അപ്പോൾ വരാൻ തുടങ്ങുന്ന കാലത്തിന്റെ മാറ്റത്തെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഹിമകാല വൃക്ഷങ്ങൾ ഇല കൊഴിഞ്ഞ് നിർജീവമായിരിക്കുന്ന ഇടത്തു നിന്ന് മുട്ടിട്ട് ഇല വിടരുന്നത് പോലെ
കാലത്തിന്റെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ കാണുമ്പോൾ മനുഷ്യജാതിയുടെ ചരിത്രത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊടിയ വിപത്തിന്റെ ഭീകരമായ ചൂടുകാലം മനുഷ്യകുലത്തിന്റെ മുൻപിൽ വരുവാൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ് യേശു പഠിപ്പിച്ചത്. ഇവിടെ വരുമ്പോഴാണ് പല വൃക്ഷങ്ങൾ ഉണ്ടെങ്കിലും അത്തി എന്ന വൃക്ഷത്തെ എടുത്ത് സൂചിപ്പിക്കുവാനുള്ള കാരണം എന്താണ് എന്ന് നാം അന്വേഷിക്കേണ്ടത്. അത്തി ആരെ കുറിക്കുന്നു? അത്തി യഹൂദരാണെന്ന് ആരാണ് പറഞ്ഞത്? അത്തിയുടെ തളിർപ്പ് യഹൂദജാതിയുടെ തളിർപ്പാണ് എന്ന് വിശേഷിപ്പിക്കുവാൻ പറ്റുമോ? വിശുദ്ധ ബൈബിൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ ഇന്ന് രാത്രി തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. തിരുവഴുത്തിൽ വിശുദ്ധ ബൈബിളിൽ അത്തി ആരെയാണ് പ്രതീകമായി പ്രതിനിധീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് രാത്രിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തിരുവഴുത്തിലേക്ക് വന്നാൽ യിരെമ്യാ പ്രവചനം 24-ാം അധ്യായത്തിൽ പ്രവാചകനെ ദൈവാത്മാവ് അത്തിപ്പഴമായി യഹൂദജാതിയെ ചിത്രീകരിച്ച് കാണിക്കുന്ന രംഗമാണ്. ഹോശേയ പ്രവചനം 9-ന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഹോശേയ പ്രവചനം 9-ന്റെ 10-ാമത്തെ വാക്യം, ഞാനിവിടെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മരുഭൂമിയിൽ അത്തിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. അപ്പോ യഹൂദനെ പ്രതിനിധീകരിച്ചുകൊണ്ട് യേശു അത്തിയോട് ചിത്രീകരിക്കുന്ന വാക്കുകൾ കടമെടുത്ത് പഠിച്ചാൽ യഹൂദന്റെ ജാതീയമായ ഒരു പശ്ചാത്തലം പരിശുദ്ധാത്മാവോട് വിശദീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യഹൂദൻ അത് അത്തിയെ ചിത്രീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് അവതരിപ്പിക്കുമ്പോൾ അവനൊരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടന്നു പോകുമെന്നും ഇല കൊഴിഞ്ഞ ഹിമകാല വൃക്ഷം പോലെ വേരറ്റ് ദ്രവിച്ചു പോകാൻ തുടങ്ങുകയാണോ എന്ന ഘട്ടത്തിലേക്ക് ചരിത്രത്തിൽ അവൻ നീങ്ങുമെന്നും, എന്നാൽ പുനരാഗമനം എന്ന തന്റെ മഹത്തായ മടങ്ങിവരവും തന്റെ പരിശുദ്ധ പാദസ്പർശനത്താൽ ഭൂമിയിലെ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിപ്പിളരാൻ തുടങ്ങുന്ന സംഭവവും മനുഷ്യകുലത്തിന് സംഭവിക്കാൻ തുടങ്ങുന്ന മഹാവേനൽ എന്ന പുരുഷൻ പ്രസവിക്കാറുണ്ടോ? ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുക്കുന്ന മഹോപദ്രവകാലം എന്ന മഹാവേനലും അടുത്തു വരുന്നതിന്റെ തെളിവ് നൽകിക്കൊണ്ട് മനുഷ്യകുലത്തിൽ വ്യക്തമായ അടയാളം കാണിച്ച് ഈ അത്തിയായ യഹൂദൻ തളർത്തു വരുമെന്നും ബൈബിൾ പ്രവചിക്കുകയാണ്. ഇവിടെ വരുമ്പോഴാണ് യഹൂദജാതിയുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകേണ്ടത്. വിശുദ്ധ ബൈബിൾ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ യഹൂദന്റെ ഭാവിയെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. തിരുവഴുത്തിലേക്ക് നാം പോകുമ്പോൾ സീനായി കൊടുമുടിയിൽ നിന്ന് ന്യായപ്രമാണം ഏറ്റുവാങ്ങിക്കൊണ്ട് BC 1451 മോവാബ് സമഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന മോശയിലൂടെ ദൈവാത്മാവ് 26-ാം അധ്യായം ലേവ്യ പുസ്തകത്തിന്റെ 18-ാമത്തെ വാക്യം, 21-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം ഇവയിൽ ആവർത്തിച്ചു പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഇതെല്ലാം ആയിട്ടും നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങൾ നടന്നാൽ ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. ആവർത്തിച്ച 7 ടൈംസ് എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുമ്പോൾ പാപം ചെയ്ത് പാളിച്ച പറ്റി ദൈവവ്യവസ്ഥകളെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞാൽ നിങ്ങൾക്കുള്ള ശിക്ഷാക്രമം 7 കാലമായിരിക്കും, 7 ടൈംസ് ആയിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. പിന്മാറ്റത്തിന്റെ ഭാഗമായി ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമിയിലേക്ക് ഒറ്റുകാരെ അയക്കുമ്പോൾ ആ യാത്രയ്ക്കെടുത്ത 40 ദിവസത്തിന് തക്കവണ്ണം ഒരു ദിവസം 1 വർഷം എന്ന തോതിൽ അവരുടെ അകൃത്യ ഭാരം അവർ വഹിക്കുന്ന സംഭവം മരുപ്രയാണത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാപം ചെയ്ത് വ്യവസ്ഥകൾ ലംഘിച്ചാൽ 7 വർഷത്തിന് തുല്യമായി ഒരു ദിവസത്തെ മാറ്റിവെച്ച് 7 വർഷത്തിന് എത്ര ദിവസമുണ്ടോ അത്രയും ദിവസത്തിന് തത്തുല്യമായി അത്രയും വർഷങ്ങൾ നിങ്ങളുടെ അകൃത്യ ഭാരം ചുമന്നു കഴിഞ്ഞ് ഞാൻ നിങ്ങളെ മടക്കി വരുത്താൻ ചരിത്രത്തിൽ ഇടപെടും എന്ന പ്രവചനം വരികയാണ്. അങ്ങനെയാണെങ്കിൽ 7 ഗുണം യഹൂദ കലണ്ടർ പ്രകാരം 360 സമം 2520 വർഷം അവരുടെ ചരിത്രത്തിലെ വിധിയുടെ കാലമായി ബൈബിൾ പ്രവചനം വ്യക്തമാക്കുന്നു. BC 606-ൽ ബാബിലോൺ ഭരണത്തിലേക്ക് കൈവിടപ്പെടത്തക്ക വിധം വ്യവസ്ഥകൾ ലംഘിച്ച യഹൂദന്റെ മേൽ ശിക്ഷാക്രമം ആരംഭിക്കുകയാണ്. നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക. 7 ഗുണം 360 സമം 2520 എന്ന കാലഗണന എടുത്താൽ നിങ്ങളുടെ ശിക്ഷ ആരംഭിക്കുന്ന ദിവസം മുതൽ 2520 വർഷം പിന്നിടുമ്പോൾ
ഞാൻ നിങ്ങളെ മടക്കി വരുത്താൻ ചരിത്രത്തിൽ ഇടപെടും എന്ന് ബൈബിൾ പ്രവചനം വ്യക്തമാക്കുമ്പോൾ BC 606 മുതൽ 2520 വർഷം കൃത്യമായി വരുന്നത് 1914 നമ്മുടെ കൺമുൻപിൽ ലോക ചരിത്രത്തിലെ പ്രത്യേക ഘട്ടത്തിൽ ഈ ജാതിയെ മടക്കി വരുത്താൻ ദൈവിക ഇടപെടൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഈ ജാതിയുടെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. കൂടുതൽ അടകലിനും ചുറ്റികയ്ക്കുമിടയിൽ പീഡ അനുഭവിക്കുന്ന ഇരുമ്പ് ദണ്ണ് പോലെ അവർ പീഡ അനുഭവിക്കുകയാണ്. നമുക്കറിയാം, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് വിളിച്ചു പറഞ്ഞ യഹൂദൻ യേശുവിന്റെ രക്തത്തിന് എണ്ണി കണക്ക് കൊടുക്കേണ്ടി വന്നു. ചുരുക്കിയാണെന്ന് പറയാം, AD 70 ടൈറ്റസിന്റെ ആക്രമണത്തിൽ യെരുശലേം കത്തിത്തീരുമ്പോൾ അന്തോണിയ കോട്ടയ്ക്ക് മുൻപിൽ സൈന്യം എത്തിക്കഴിഞ്ഞു. ഇതെന്റെ പിടിച്ചടക്കലിന്റെ സ്ഥിര സ്മാരകമാക്കി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണം ദേവാലയത്തെ കത്തിക്കരുത് എന്ന് ടൈറ്റസ് ആഗ്രഹിച്ചതാണ്. അദ്ദേഹത്തോട് ചേർന്ന് ജോസിഫസ് എന്ന എഴുത്തുകാരനും ആ സമയത്തുണ്ട്. ആന്റിക്വിറ്റേഴ്സ് എന്ന ചരിത്ര പ്രസിദ്ധമായ ഗ്രന്ഥം താൻ എഴുതുന്ന സമയമാണ്. അതിനകത്ത് ചില വരികൾ ഞാൻ പറയാം. ദേവാലയത്തെ സംരക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ച് സൈന്യം ദേവാലയത്തെ വളയുകയാണ്. ഈ സമയം നശിപ്പിക്കരുത് എന്ന് ഓർഡർ ചെയ്തെങ്കിലും അറിയാതൊരു പടയാളി ഒരു അരക്ക് പന്തം കത്തിച്ച് ദേവാലയത്തിന് മകുടക്കൂടിന് നേരെ വലിച്ചെറിഞ്ഞു. അത് പറന്നു പറ്റിയത് ദേവാലയത്തിന്റെ ദേവദാരു തടിയുടെ മകുടക്കൂടിലായിരുന്നു. തീ കെടുത്ത് എന്ന് കൽപ്പിച്ചതുകൊണ്ട് സൈന്യങ്ങൾ തീ കെടുത്താൻ ദേവാലയത്തിനകത്തേക്ക് ഓടിക്കയറുകയാണ്. ഈ സമയം അകത്ത് പതിയിരുന്ന വിപ്ലവകാരികൾ അവരുടെ മേൽ ചാടി വീണു. എന്തിന്? യുദ്ധം നടന്നു. 5000 യഹൂദന്മാരുടെ ജനങ്ങൾ, ശിരസറ്റ ജനങ്ങൾ ദേവാലയത്തിന് നടുമുറ്റത്തുരുണ്ടു. 13,56,000 കൊയ്തു വീഴ്ത്തി. ക്ഷാമം കലശരായപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പച്ചയ്ക്ക് പുഴുങ്ങി കഴിക്കേണ്ടി വന്നു. ചെരുപ്പിന്റെ വാറ്, പട്ടിയുടെ മാംസം, എന്തിനേറെ എലി, ഇവയെ വരെ അവർ കഴിച്ചു. കത്തിത്തീരുന്ന യെരുശലേം ദൈവാലയം രക്തപ്പുഴ ഒഴുകുന്ന സമയം ടൈറ്റസ് നിലവിളിച്ചു പറഞ്ഞ വാക്കുകൾ ജോസിഫസ് ആന്റിക്വിറ്റേഴ്സിൽ ഇങ്ങനെ കുറിച്ചു. ടൈറ്റസ് പറയുകയാണ്, അയ്യോ ദൈവമേ, നശിപ്പിക്കരുതെന്ന് ഞാൻ കൽപ്പന കൊടുത്തു, നശിപ്പിക്കൂ എന്ന് നീ കൽപ്പന കൊടുത്തു. എന്റെ കൽപ്പനയല്ല ജയിച്ചത്, നിന്റെ കൽപ്പനയാണ് ജയിച്ചത്. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊരു വാക്ക് പറയട്ടെ. ആരൊക്കെ എന്തൊക്കെ കൽപ്പന കൊടുത്താലും എന്റെ ദൈവത്തിന്റെ കൽപ്പന ഉയർന്നാൽ ചരിത്രത്തിൽ അത് കൃത്യമായി നടക്കും. ചരിത്രം മുൻപോട്ട് ഓടി. അവരെ മുഴുവൻ ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്യിച്ചു. നമുക്കറിയാം, കുരിശ് യുദ്ധം, അനുബന്ധ സംഭവങ്ങൾ, അറബി നാട്ടിലെ യഹൂദന്റെ നില വളരെ വഷളായി. നാട്ടിലെ യഹൂദന്മാർക്ക് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. നാട്ടിലൊരു വീട് വെച്ചാൽ ഒരു അറേബ്യൻ മേഖലയിൽ പാർക്കുന്ന ആളിന്റെ വീടിനേക്കാൾ ഉയരമുണ്ടാകാൻ പാടില്ലെന്നും ജനലുകൾ പോലും യഹൂദൻ പാർക്കുന്ന വീടിന് പാടില്ലെന്നും നിഷ്കർഷിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാം, ഹിറ്റ്ലർ, ചാൻസലർ ഹിറ്റ്ലർ, ചരിത്രം പറയുന്നത് അയാൾ കിടക്കുന്ന മെത്ത തലവെട്ടിയെടുത്ത യഹൂദ യുവതികളുടെ തലമുടി കൊണ്ടുണ്ടാക്കിയതായിരുന്നുവെന്ന ഹൃദയഭേദകം. ജോലി തരാം, ക്യാമ്പുകളുടെ എൻട്രൻസ് റൂമുകളിൽ പേർ രജിസ്റ്റർ ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്തതുകൊണ്ട് വംശ തകർച്ചയെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള കൂട്ടക്കുരുതിക്കാണെന്ന് അറിയാതെ സാധുക്കളായ യഹൂദന്മാർ കെട്ടിടങ്ങളുടെ എൻട്രൻസിൽ ജോലിക്ക് വേണ്ടി എത്തി. എല്ലാവരെയും അകത്തോട്ട് കയറ്റി. ഒടുവിലത്തെ ആളും കയറി കഴിഞ്ഞപ്പോൾ എൻട്രൻസ് ഡോർ അടഞ്ഞു. വാതകം ആ വലിയ കെട്ടിടങ്ങളിലേക്ക് തുറന്നു വിട്ടു. കൂട്ടമായി മരിച്ചു വീണു. അവരുടെ ബെൽറ്റുകളിലൂടെ ഓടിയ ശവങ്ങൾ കാൽ കുത്തിക്കിടത്തിയ സൂചിയുടെ ചോരയുറ്റി ചണ്ടി കൂമ്പാരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. കുട്ടകങ്ങളിലേക്ക് വന്നു വീണ മാംസം പച്ചയ്ക്ക് പുതുപുത കുത്തിത്തിറച്ചു. അതിൽ നിന്ന് വെട്ടിയെടുത്ത നെയ് കൊണ്ട് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിറ്റു ഹിറ്റ്ലർ. ഇവാൻ ബ്രൗൺ എന്ന കാമുകിയോടൊപ്പം ഭൂഗർഭ ബങ്കറിൽ വെച്ച് ആത്മഹത്യ ചെയ്ത് സ്വന്തം ബോഡി കത്തിച്ചു കളയുവാൻ ഏൽപ്പിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് അയാൾ കാട്ടിക്കൂട്ടിയ നരഹത്യയിൽ കൊല്ലപ്പെട്ടത് 60 ലക്ഷം യഹൂദന്മാരായിരുന്നു. ഏറ്റവും ക്രൂരത. ഒരിക്കലും അവർ തിരികെ വരികയില്ല എന്നായിരുന്നു ചരിത്രത്തിന്റെ സ്ഥിതി. നമ്മുടെ നാട്ടിൽ മാളയിലവരെത്തി, മട്ടാഞ്ചേരിയിലവരെത്തി. എന്നാൽ വിശുദ്ധ ബൈബിൾ ഒരു പ്രവചന രേഖ യെഹെസ്കേൽ പ്രവചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 36-ന്റെ 24-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ
ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് നിങ്ങളെ മടക്കി വരുത്തും. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തന്റെ അധരപുടങ്ങളിൽ നിന്ന് പൊഴിഞ്ഞ ആ വിലപ്പെട്ട ആലോചന കേട്ട് നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയണം. 2520 വർഷം ചരിത്രത്തിൽ തീരാൻ തുടങ്ങുന്ന സമയം 1914 നമ്മുടെ കൺമുൻപിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തിരശ്ശീല ഉയരുന്നു. നിങ്ങൾക്കറിയാമോ, യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ബ്രിട്ടന് യുദ്ധ പരാജയത്തിലേക്ക് നീങ്ങുന്നു, പരാജയത്തിന് നെല്ലിപ്പലകയിലേക്ക് നീങ്ങുന്നു. യുദ്ധം ജയിക്കണമെങ്കിൽ അത്യാവശ്യമായി വെടിമരുന്ന് കിട്ടണം. ചിലി, ആഫ്രിക്കൻ മേഖലയിലെ ചിലിയെല്ലാം ശത്രുശക്തികളുടെ എണ്ണക്കഥയെ മുങ്ങിക്കപ്പലുകൾ വളഞ്ഞു കഴിഞ്ഞു, കടക്കാൻ നിവർത്തിയില്ല. പരാജയം കൺമുൻപിൽ കണ്ട ഗ്രേറ്റ് ബ്രിട്ടൻ അന്ന് മാസ്റ്റഞ്ചർ സർവകലാശാലയിലെ രസാന്തര വിഭാഗ പ്രൊഫസറായിരിക്കുന്ന ശാസ്ത്രജ്ഞന് നിർദ്ദേശം നൽകുന്നു. അദ്ദേഹത്തിന്റെ ഗവേഷണ നിരീക്ഷണ പരീക്ഷണം വിജയത്തിലെത്തുന്നു. അന്തരീക്ഷ വായുവിലെ 80% നൈട്രജൻ സ്വാംശീകരിച്ച് ക്രോഡീകരിച്ച് അതിശക്തിയേറിയ സ്ഫോടക വസ്തു ഉണ്ടാക്കാം എന്ന് കണ്ടെത്തുന്നു. വിയസ്മാന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയ ഈ പുത്തൻ സ്ഫോടക വസ്തുവിന്റെ കണ്ടുപിടുത്തം പുത്തൻ തലത്തിലേക്ക് എത്തുമ്പോൾ ആ ദൈവഭക്തനായ മനുഷ്യൻ ഇതെങ്ങനെ യുദ്ധമേഖലയിൽ എത്തിക്കാൻ കഴിയും എന്നോർത്ത് തലപുകഞ്ഞ് ആലോചിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം താൻ വായിക്കുന്നു. കൽമഴയുടെ ഭണ്ഡാരത്തോളം നീ ചെന്നിട്ടുണ്ടോ? ഹിമത്തിന്റെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? അവയെ ഞാൻ പോരും പടയുമുള്ള നാളുകളിലേക്ക് ശേഖരിച്ചു വച്ചിരിക്കുന്നു എന്ന ഇയ്യോബിന്റെ വാക്കുകൾ വായിച്ചപ്പോൾ ഉള്ളു കത്തി. പോരും പടയുമുള്ള സമയത്ത് ഹിമം ഉപയോഗിക്കപ്പെടും എന്ന ആ നിയോഗത്തിൽ നിന്നും ഈ വാതകം, ഈ പ്രത്യേക സ്ഫോടക വസ്തു ഹിമത്തിൽ പൊതിഞ്ഞ്, ഐസിൽ പൊതിഞ്ഞ് യുദ്ധമേഖലയിൽ എത്തിക്കുന്നു. യുദ്ധം മറ്റൊരു വഴിക്ക് തിരിയുന്നു. ബ്രിട്ടൻ വിജയം കൊയ്യുന്നു. പ്രത്യുപകാരമായി എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ പണമോ പ്രതാപമോ സ്ഥാനമാനങ്ങളോ ഒന്നും വേണ്ട, ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ച ദൈവാലയം സ്തുതി ചെയ്യുന്ന മണ്ണിലേക്ക് ഞങ്ങളുടെ ജനതയ്ക്ക് കാലൂന്നാൻ അവസരം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ചരിത്ര പ്രസിദ്ധമായ ബാൽഫർ വിളംബരത്തോടുകൂടെ അടുത്ത ക്രിസ്തുമസ് സമ്മാനമായി യുദ്ധമേഖലയിലെ കല്ലമ്പി എന്ന സൈനികനെ വിളിച്ചു വരുത്തിക്കൊണ്ട് പലസ്തീൻ നാട് തിരികെ പിടിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഒരു വെടി പോലും പൊട്ടിക്കാതെ, ഒരു തുള്ളി ചോര ചൊരിയാതെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ബൈബിൾ പ്രവചനം കൃത്യമായി നിവർത്തിച്ചുകൊണ്ട് നമ്മുടെ കൺമുമ്പിൽ യഹൂദൻ സ്വസ്ഥലത്തേക്ക് തിരികെ കയറുന്നു. പ്രവചനങ്ങൾ കൂട്ടമായി നിവർത്തിക്കപ്പെടുന്നു. തീർന്നിട്ടില്ല. രണ്ടാം ലോക മഹായുദ്ധം ചരിത്രത്തിൽ തിരശ്ശീല ഉയരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടെ പലസ്തീന്റെ മണ്ണിൽ അവർക്ക് സ്വതന്ത്ര രാജ്യം അനുവദിക്കപ്പെടുന്നു. നമ്മുടെ തലമുറയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യെരുശലേം അവന്റെ തലസ്ഥാന നഗരിയായി, അവരുടെ ഓഫീസുകളുടെ പ്രധാന സ്ഥാനമായി എല്ലാവരുടെയും എതിർപ്പുകളെ തട്ടി തകർത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. എന്താ നിങ്ങൾ കണ്ടത്? തല്ലി തകർത്ത യഹൂദ പെൺകുട്ടികളുടെ കഴുത്ത് വെട്ടിയിട്ട് അവരുടെ തലമുടി ഛേദിച്ചെടുത്ത് അതുകൊണ്ട് മെത്തയുണ്ടാക്കി അതിൽ കിടന്നുറങ്ങിയ ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള നരാധമന്മാർ തല്ലി തകർക്കാൻ ശ്രമിച്ചിട്ടും ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നിവർത്തിച്ചുകൊണ്ട് ഇതാ ഈ അത്തിചരിത്രത്തിൽ തളർത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബൈബിൾ പ്രവചനം വിളിച്ചു പറയുന്നു, കാലത്തിന്റെ കൃത്യ അടയാളമാണ് മനുഷ്യവർഗത്തിന് സഹിക്കാൻ കഴിയാത്ത കൊടിയ വിപത്തിന്റെ ഒരു ഭീകരമായ തീജ്വലിക്കുന്ന കാലഘട്ടം മനുഷ്യവർഗത്തിൽ വരുവാൻ തുടങ്ങുന്നു. അത്തി നമ്മുടെ കൺമുമ്പിൽ തളർത്ത് കയറുമ്പോൾ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഒരു വസ്തുത ഓർക്കുക, വേനൽ അടുത്തു വരികയാണ്. ഈ രാത്രി ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അധിക നാൾ നിത്യതയിലേക്ക് ഇനിയും ദൈർഘ്യമില്ലെന്ന് ഓർക്കണം. കൊറോണ വൈറസ് ആളിപ്പടരുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇത് വാടി വെട്ടാൻ പോയതേ ഉള്ളൂ, ആടി തുടങ്ങിയിട്ടില്ല. ജനിതക മാറ്റത്തോടുകൂടെ പുതിയ വൈറസുകൾ വരുന്നു എന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുമ്പോൾ ഹൃദയരോഗികളെ പിൻപിലാക്കിക്കൊണ്ട് അധികം താമസിക്കാതെ ക്യാൻസർ ഇവിടെ 1-ാം നമ്പർ കൊലയാളിയായി മാറുമെന്ന് ഇന്നേക്ക് ഒരു 10 പതിറ്റാണ്ട് മുൻപ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതൊന്നും അംഗീകരിക്കാനോ ചിന്തിക്കാനോ മനുഷ്യന് കഴിഞ്ഞില്ല.
സോപ്പിട്ട് കഴുകിയാൽ പോകുന്ന ഒരു വൈറസിനെ പിടിച്ചു നിർത്താൻ ലോകരാജ്യങ്ങൾ മുഴുവൻ കണക്കെ പരിശ്രമിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾ അത്തിയുടെ തറുപ്പ് കണ്ട ഈ തലമുറ ഈ മണ്ണിൽ നിന്ന് മാറുന്നതിന് മുൻപ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവിന്റെ മേഘങ്ങളിലെ പ്രത്യക്ഷത ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഈ ലൈവിൽ പങ്കെടുക്കുമ്പോൾ ഇന്ന് രാത്രി നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ഏത് സമയവും കർത്താവ് മടങ്ങി വരാം. ഏത് സമയവും മരണത്തിന്റെ ശബ്ദം മുഴങ്ങാം. ഈ കഴിഞ്ഞ ദിവസം ഒരു ധനാഢ്യനായ മനുഷ്യൻ ഒരു കാർ ഓടിച്ചു പോകുകയാണ്. ഒരു പ്രത്യേക ജംഗ്ഷനിലെത്തി. ദിശ കാണിക്കുന്ന ബോർഡ് അവിടെ ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതില്ല. അതുകൊണ്ട് അവിടെ വഴി പണിയുന്ന ആൾക്കാരോട് ചോദിച്ചു, ഇന്നടത്തോട്ടുള്ള വഴി ഏതാണെന്ന്. ആ വഴി പണിയുന്നവരിൽ ഒരാൾ ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹം വഴി പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വഴി പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഈ കാർ മുൻപോട്ട് എടുക്കുന്നതിനിടയിൽ ഈ വഴിപണിക്കാരൻ പറഞ്ഞു, സാറേ നിൽക്കണേ നിൽക്കണേ നിൽക്കണേ, സാറ് വഴി ചോദിച്ചല്ലോ, പറഞ്ഞു തന്നല്ലോ, പക്ഷേ നിത്യതയിലേക്കുള്ള വഴി സാറിന് അറിയാമോ? മരണം വന്നാൽ നിത്യത പങ്കിടണമല്ലോ. മരണം വന്നാൽ നിത്യതയിൽ പോകാനുള്ള വഴി അറിയാമോ? യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി. വേദപുസ്തകം വാങ്ങി വായിച്ച ആ മനുഷ്യൻ 2 ദിവസം കൊണ്ട് തികഞ്ഞ ക്രിസ്തു ഭക്തനായി ആ യാത്രക്കാരൻ മാറി. പക്ഷെ അടുത്ത ദിവസം വീട്ടിൽ നിന്ന് യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ച് ഈ മനുഷ്യൻ മരിച്ചു. മരണശയ്യയിൽ ഹോസ്പിറ്റലിൽ ICU യൂണിറ്റിൽ അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ തന്റെ മുറിയിലേക്ക് 2 കുഞ്ഞുങ്ങൾ, 2 ആൺകുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് ഇയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇന്ന ഇടത്ത് നിങ്ങൾ എത്തണം. അവിടെ വഴി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുണ്ടായിരുന്നു. അതിൽ ഇന്ന ഷേപ്പുള്ള ആളിനെ കണ്ടെത്തിയിട്ട് പറയണം. നിങ്ങൾ എനിക്ക് വഴി മാത്രമല്ല പരിചയപ്പെടുത്തിയത്, നിത്യതയിലേക്കുള്ള വഴിയുടെ പരിചയപ്പെടുത്തി. ഞാൻ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങി. നിങ്ങൾ പറഞ്ഞ വഴിയിലൂടെ ഞാൻ നിത്യതയിലേക്ക് പോവുകയാണ്. നിങ്ങൾ എനിക്ക് യഥാർത്ഥ വഴി ചൂണ്ടിക്കാണിച്ചതിൽ നന്ദി എന്ന് പറയണം. നിങ്ങൾക്കറിയാമോ, ഈ കുഞ്ഞുങ്ങൾ 2 പേരും ആ വഴിവക്കിൽ വന്ന് ഈ വഴിപണിക്കാരനെ കണ്ടുപിടിച്ച് ഈ സുവിശേഷം പങ്കുവെച്ച ആളിനോട് അപ്പൻ പറഞ്ഞ് നന്ദി അറിയിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഈ ക്ലാസ് വെറുതെയല്ല. വഴിയറിയാത്ത പല പ്രിയപ്പെട്ടവരെയും നിത്യതയിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ചതിനാൽ ദൈവാത്മാവ് ഒരുക്കിയ വിലപ്പെട്ട ജീവിതത്തിന്റെ വഴിത്തിരിവാണ്. ഇന്ന് രാത്രി ആ 2 കരങ്ങളും ഒന്ന് മലർത്തിപ്പിടിക്കുമോ? അത്തിയുടെ തളർപ്പ് കാലത്തിന്റെ അടയാളമാണ്. അവഗണിക്കരുതേ കൂടപ്പുറപ്പേ, ഇത് കാലത്തിന്റെ അടയാളമാണ്. പുനരാഗമനത്തിന്റെ കാലൊച്ച കേൾക്കുന്ന തലമുറയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും മടങ്ങി വരും മടങ്ങി വരും മടങ്ങി വരുമെന്ന് 1000 വട്ടം പ്രസംഗിച്ചിട്ടും ചില ബധിര കാരണങ്ങൾക്ക് ഇത് തിരിയുന്നില്ല. എന്നാൽ ഈ ലൈവിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക. കാലം അന്ത്യത്തിലെത്തിക്കഴിഞ്ഞു. ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ ഭൂമിയിൽ പലരും യാത്ര ചെയ്യുന്നെങ്കിലും നിത്യതയിലേക്കുള്ള വഴിയറിയാതെ മുൻപോട്ട് നീങ്ങുമ്പോൾ നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഒരുക്കപ്പെട്ട ഈ സമൂഹത്തെ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.